വിദേശ രാജ്യങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ചിലവുകൾ നടത്തുന്നതിനായിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് കറൻസി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീ എന്ന പേരിൽ 3.5% ഫീ ഒട്ടുമിക്ക ക്രെഡിറ്റ് കാർഡുകളും നമ്മളിൽ നിന്നും ഈടാക്കാറുണ്ട്. ഇത് കൂടാതെ ആ 3.5%-ൻ്റെ 18% GST കൂടി നമ്മളിൽ നിന്നും എടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആ ഒരു ചിലവുകൾ കൂടുതൽ വഹിക്കുന്ന സമയത്ത് ഇത് കുറച്ച് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. എന്നാൽ ചില ക്രെഡിറ്റ് കാർഡുകളിൽ ഈ ഒരു ഫീ വളരെ കുറവായിരിക്കും, ചിലതിൽ 0 തന്നെയായിരിക്കും. അത്തരത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് സ്ഥിരമായിട്ട് യാത്ര പോകുന്നവർക്ക് സഹായകരമാകുന്ന 2 ക്രെഡിറ്റ് കാർഡുകളും പിന്നെ നമ്മുടെ നാട്ടിലെ നിത്യ ചിലവുകൾക്ക് സഹായകരമാകുന്ന 3 ക്രെഡിറ്റ് കാർഡുകളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് AU ഇക്സിഗോ ക്രെഡിറ്റ് കാർഡാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് വളരെ സഹായകരമായ നിരവധി ഫീച്ചേഴ്സുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ് AU ഇക്സിഗോ എന്ന് പറയുന്ന കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീ ഇവിടെ 0 ആണെന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വിദേശ രാജ്യങ്ങളിൽ ധൈര്യമായിട്ട് നമ്മുടെ ചിലവുകൾ നിർവഹിക്കാനാവും. ഇനി മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്സിഗോ എന്നൊരു കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്സിഗോയുടെ നിരവധി സർവീസുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ബസ്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ നമ്മൾ ഇപ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കത്തിനും വൻ ഡിസ്കൗണ്ടുകളും റിവാർഡ് പോയിന്റുകളും ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ ലഭിക്കും. വിമാനയാത്രകളിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായി മാറിയിരിക്കുകയാണ് ലോഞ്ചിലേക്കുള്ള ആക്സസ്. അപ്പോൾ അത്തരത്തിലുള്ള യാത്രകളിൽ നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ടുകളിൽ 8 ലോഞ്ച് ആക്സസ് ആണ് ഇത് ഒരു വർഷം ഓഫർ ചെയ്യുന്നത്. ഇത് കൂടാതെ നമുക്ക് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എയർപോർട്ടുകളിൽ ഒരു വർഷത്തിൽ 1 ലോഞ്ച് ആക്സും ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. ഫ്ലൈറ്റ്, ബസ്, ഹോട്ടൽ ഇതിനൊക്കെ ആയിട്ട് നമ്മൾ ബുക്കിംഗ് നടത്തുന്ന സമയത്ത് ഈ ഒരു ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മിനിമം 10% ഡിസ്കൗണ്ട് ലഭിക്കും. ഇത് കൂടാതെ നമ്മൾ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം, ഇതിന് ആനുവൽ ഫീയോ ജോയിനിങ് ഫീയോ അവർ ഈടാക്കുന്നില്ല. അതിന് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ കൂടി തന്നെ അപ്ലൈ ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ 2ാമത്തെ വർഷം അവർ ആനുവൽ ഫീ കളക്ട് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 1 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നടത്തിയിരിക്കാം. ട്രാവൽ ചെയ്യുന്നവർക്ക് 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ചിലവാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്ക് 2ാമത്തെ ക്രെഡിറ്റ് കാർഡിലേക്ക് പോകാം, അതും യാത്രികർക്ക് വേണ്ടിയിട്ടുള്ളത്. വിദേശ യാത്രികർക്ക് ഏറ്റവും സഹായകരമായ ക്രെഡിറ്റ് കാർഡുകളാണ് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളും. ഈ ഒരു ക്രെഡിറ്റ് കാർഡുകളുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ഫോറക്സ് മാർക്കപ്പ് ഫീ 1.5% ആണ്. സാധാരണ ഞാൻ പറഞ്ഞു എല്ലാവരും 3.5% വാങ്ങുമ്പോൾ ഇവിടെ 1.5% എന്നവർ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഓരോ ക്വാർട്ടറിലും നമുക്ക് 2 ലോഞ്ച് ആക്സ് ഡൊമസ്റ്റിക്കിലും 2 ലോഞ്ച് ആക്സ് അത് ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിലും ഇവർ തരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ സ്പാ വിസിറ്റൊക്കെ നമുക്ക് ഇവർ ക്വാർട്ടറിൽ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മികച്ച ഒരു ക്രെഡിറ്റ് കാർഡാണ് IDFC വെസ്റ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾ. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് വേറെ പല ഗുണങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. അതായത് നമ്മളിത് സ്ഥിരം ഉപയോഗിക്കുമ്പോൾ നമുക്ക് 10 ഇരട്ടി റിവാർഡ് പോയിന്റുകൾ, അതായത് 2% നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് 10 ഇരട്ടി റിവാർഡ് പോയിന്റുകളാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ നമ്മൾ ഫ്ലിപ്കാർട്ട്, മിന്ത്ര ഇങ്ങനെയുള്ള നിരവധി പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് 10% വരെ ഡിസ്കൗണ്ടും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു 5000 രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ മൂവി ടിക്കറ്റ്, മറ്റു ഹോട്ടലുകളിലുള്ള ഡിസ്കൗണ്ട്, ഇങ്ങനെ നിരവധി ഓഫറുകൾ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ സെലക്റ്റഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകൾക്കുണ്ട്. അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് കാർഡുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട്. യോഗ്യതകളൊക്കെ ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ട് യോഗ്യതകളുള്ളവർ മാത്രം ഇത് അപ്ലൈ ചെയ്യുക. നമ്മുടെ നിത്യമുള്ള ചിലവുകൾക്ക് നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് സേവ് ചെയ്യാൻ കഴിയുന്ന, ഇത് ശരിക്കും കണക്ക് പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 35,000 രൂപ വരെ സേവ് ചെയ്യാൻ കഴിയുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് HDFC ബാങ്കിൻ്റെ ടാറ്റ ന്യൂ പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ബില്ല് പേ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിരവധി പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ തന്നെ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട്, ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. ടാറ്റ ന്യൂവിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ UPI വഴി ക്യാഷ് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1% ക്യാഷ് ബാക്ക് കിട്ടുന്നു. പിന്നെ ഇതുകൂടാതെ ടാറ്റയുടെ ബ്രാൻഡുകളിലൊക്കെ തന്നെ നമുക്ക് 7% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. നിരവധി ബ്രാൻഡുകൾ ടാറ്റയ്ക്ക് ഉണ്ടെന്നറിയാം. അവരുടെ എല്ലാ പ്രൊഡക്റ്റുകൾക്കും നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് വാങ്ങുന്ന സമയത്ത് 7% ഡിസ്കൗണ്ട് ലഭിക്കും. പിന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിന് ജോയിനിങ് ഫീ ഉണ്ട് 499 രൂപ. പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രത്യേക ഓഫർ എന്നുള്ള രീതിയിൽ ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള കമൻറ്റിൽ കൂടിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോയിനിങ് ഫീ അവർ ഒഴിവാക്കി തരും. ഇത് സെലക്റ്റഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് വഴി ഇങ്ങനെ ഓരോ ക്രെഡിറ്റ് കാർഡ് കമ്പനികളും കൊടുക്കാറുണ്ട്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിനും ലോഞ്ച് ആക്സസ് ഉണ്ട്. 4 ലോഞ്ച് ആക്സസ് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ഒരു വർഷത്തിലാണ് ഇവർ തരുന്നത്. പിന്നെ
ഫ്യൂൽ സർചാർജ് വൈവർ എന്നുള്ള രീതിയിൽ 1% നമുക്ക് റിട്ടേൺ തരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു നല്ലൊരു ക്രെഡിറ്റ് കാർഡാണ്, അത്യാവശ്യം നമ്മുടെ ഡെയിലി സ്പെൻഡുകൾക്ക് സഹായകരമാകുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് HDFC ബാങ്കിൻ്റെ ടാറ്റ ന്യൂ പ്ലസ് എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ്. എല്ലാവർക്കും വളരെ വേഗത്തിൽ അപ്രൂവൽ ആകുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് ആക്സിസ് ബാങ്കിൻ്റെ നിയോ ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നവർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം സൊമാറ്റോയിലൊക്കെ നമ്മൾ ഒരു മാസത്തിൽ ഒരു 2 തവണ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 120 രൂപ വീതം, അതായത് 40% എന്ന് പറയുന്നത്, പക്ഷേ 120 രൂപ എന്ന മാക്സിമം ലിമിറ്റ് ഉണ്ട്. ഇത്തരത്തിൽ 2 പ്രാവശ്യം ഇങ്ങനെ നമുക്ക് 250 രൂപ ഒരു മാസത്തിൽ സേവ് ചെയ്യാൻ കഴിയും. ഇതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഇവർ ഡിസ്കൗണ്ട് തരുന്നുണ്ട്. നിങ്ങൾക്ക് കാർഡ് കിട്ടി നിങ്ങളൊരു 30 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ബിൽ പേയ്മെൻറ്റ് നടത്തുകയാണ്, അതൊരു 300 രൂപയിൽ വരെ വരുന്നതാണ് എങ്കിൽ നിങ്ങൾക്ക് 100% ക്യാഷ് ബാക്ക് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. ആമസോൺ പേ വഴി നമ്മൾ ബില്ല് പേ ചെയ്യുന്ന സമയത്ത് 5% ക്യാഷ് ബാക്ക് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ബ്ലിങ്കിറ്റിൽ 10% ഡിസ്കൗണ്ട് പറയുന്നുണ്ട്. ഇങ്ങനെ നിരവധി പ്ലാറ്റ്ഫോമുകളിൽ ഇവർ ഡിസ്കൗണ്ടും മറ്റു ക്യാഷ് ബാക്കുകളും ഒക്കെ തന്നെ പറയുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടൊരു 10-21,000 രൂപയൊക്കെ സാലറി ഉള്ള ആളുകൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടും. ഇത് ഓരോ സമയം വ്യത്യാസമുണ്ട്. ചില സമയത്ത് 15,000 രൂപ വരെയും സാലറി ഉള്ളവർക്കും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നുണ്ട്. വിദേശ യാത്ര ചെയ്യുന്നവർക്ക് സഹായകരമായിട്ടുള്ള മറ്റൊരു ക്രെഡിറ്റ് കാർഡാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ദ ലെജൻഡ് ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഇൻസ്റ്റൻറ്റ് അപ്രൂവലുമാണ്. അത് മാത്രമല്ല നമുക്ക് ജോയിനിങ് ഫീയോ ആനുവൽ ഫീയോ ഒന്നും തന്നെ നൽകേണ്ടതില്ല. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ കൂടി അപ്ലൈ ചെയ്യണമെന്ന് മാത്രം. ഇതൊരു സ്പെഷ്യൽ ഓഫറാണ്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു കറൻസി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന ആ ഒരു ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.8% മാത്രമാണ്. മറ്റേ ഞാൻ പറഞ്ഞു നോർമൽ എല്ലാവരും 3.5% വരെയൊക്കെ നമ്മളിൽ നിന്നും ഈടാക്കാറുണ്ട്. അപ്പോൾ അതിവിടെ കുറഞ്ഞ് കിട്ടുന്നുണ്ട്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലോൺ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക്കിൽ ഒരു വർഷത്തിൽ 4 അതായത് ഓരോ ക്വാർട്ടറിൽ 1, അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിലും ക്വാർട്ടർലി 1 എന്ന രീതിയിൽ ലോൺ ടാക്സ് കിട്ടും. ഇതുകൂടാതെ നമ്മൾ ബുക്ക് മൈ ഷോയിൽ ഒരു മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റൊരു മൂവി ടിക്കറ്റ് സൗജന്യമായിട്ട് എല്ലാ മാസവും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്നുണ്ട്. പിന്നെ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആ ഒരു ട്രാവൽ ഇൻഷുറൻസ് അതും ICICI ലൊംബാർഡിൻ്റെത് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവർക്ക് അവർ നൽകുന്നുണ്ട് സൗജന്യമായിട്ട്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് നിരവധി ഓഫറുകളുണ്ട്. അതായത് നിരവധി പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ നമുക്ക് ക്യാഷ് ബാക്കും റിവാർഡ് പോയിന്റുകളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ മുൻപ് അതിനെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇതും കൂടി ഉൾപ്പെടുത്തി എന്ന് മാത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള 5 മികച്ച ക്രെഡിറ്റ് കാർഡുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഓരോന്നിനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു അത്യാവശ്യം 650 മുകളിലേക്ക് സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. ആക്സിസ് നിയോ പോലുള്ള ക്രെഡിറ്റ് കാർഡുകൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് അപ്രൂവൽ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായി വരുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.